എല്ലാവർക്കും നമസ്കാരമുണ്ടേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല റെസ്പോൺസ് ആയിരുന്നു തന്നിരുന്നത്. ഒരുപാട് കമൻറ്റുകളും ഒരുപാട് ചോദ്യങ്ങളും നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇന്നലെ മാർച്ച് 24-ാം തീയതി 2026 മാർച്ച് 24-ാം തീയതി ഞാൻ വീണ്ടും ഒരു വിവരാവകാശ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടിയതിന് ശേഷം പറയാം. തൽക്കാലം ഞാൻ ആ വിവരാവകാശം റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ ഒരു കോപ്പി ഇവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാൻ ഞാൻ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ഡ്രാഗ് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു വന്നത്, ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ജെന്യുവൻ ആണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇതിനകത്ത് പറയുക. മാർച്ച് 28, 2026 ഇപ്പോൾ നിലവിലെ പാർക്കിംഗ് കോൺട്രാക്റ്റ് എക്സ്പയറി ആവും. അപ്പോൾ ഇതിൻ്റെ ടെൻഡർ നടപടികൾ നടത്തിയോ, പുതിയ കമ്പനിക്ക് കൊടുത്തോ, അതോ ഈ കമ്പനിക്ക് തന്നെ റിന്യൂവലായിട്ട് കൊടുത്തോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് റിന്യൂവലായിട്ട് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും റിക്വസ്റ്റിൻ്റെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് 30 ദിവസമാണ് അവർ പറയുന്നത്. 30 ദിവസത്തിനുള്ളിലേ നമുക്ക് മറുപടി കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള 28-ാം തീയതി കഴിഞ്ഞിട്ട്, നിങ്ങൾ മാർച്ച് 28-ാം തീയതി കഴിഞ്ഞിട്ട് ഈ ബീച്ചിൽ വണ്ടിയായിട്ട് വരുന്ന ആരും പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോൺട്രാക്റ്റിൻ്റെ കോപ്പി ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന യാതൊരുവിധ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാതെയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുന്നവർ പ്രതികരിക്കാതിരിക്കരുത്. നിങ്ങൾ പാർക്കിംഗ് ഫീസ് കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൊടുക്കാതിരിക്കുക. നമുക്ക് കിട്ടാനുള്ള ഫെസിലിറ്റീസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഫീസ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്? നമ്മുടെ വണ്ടിക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യമില്ല, നമ്മുടെ വണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇടാൻ പറ്റുന്നില്ല, സുരക്ഷിതത്വം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ പാർക്കിങ്ങിൻ്റെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. പാർക്കിംഗ് ഫീസിൻ്റെ നിരക്കുകളുടെ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നത്? ഇവിടുത്തെ വേസ്റ്റ് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേസ്റ്റ് മാനേജ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പാർക്കിംഗ് ഫീസ് പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്നും പ്രതികരിക്കാത്തതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ വരുന്നത്. നമ്മൾ പ്രതികരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ കാണുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലോ, നിങ്ങൾ എവിടെ കാണുന്നതായിക്കോട്ടെ, ഇവിടുത്തെ മാത്രമല്ല എവിടെ കാണുന്നതായിക്കോട്ടെ, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള എന്താ പറയുക, അത് ജനങ്ങളിൽ നിന്ന് പ്രതികരണം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികാരികൾ അതിൽ ശ്രദ്ധിക്കും, അതിലുള്ള നടപടികൾ എടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചൂണ്ടിക്കാണിച്ചാലും നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കിട്ടിയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളും കൂടി പ്രതികരിക്കുക. എൻ്റെ വീഡിയോ മാത്രം കണ്ടിരിക്കാതെ നിങ്ങളും ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രതികരിക്കുക. അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, ബൈ.